Hi everyone, welcome back. അപ്പോൾ ഇന്ന് ഞാൻ ചക്ക വെച്ചിട്ടുള്ള കുറച്ച് റെസിപ്പികളാണ് ട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഒരു പച്ച ചക്ക കിട്ടുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ചുള വെച്ചിട്ടും അതുപോലെ കുരു വെച്ചിട്ടൊക്കെ ഒരുപാട് റെസിപ്പികൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ ഫസ്റ്റ് തന്നെ തയ്യാറാക്കാൻ പോകുന്നത് ചക്ക പപ്പടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നല്ല ക്രിസ്പി ആയിട്ടുള്ള ചക്ക പപ്പടം തയ്യാറാക്കുക എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പച്ച ചക്കയുടെ ചുള കുരുവൊക്കെ കളഞ്ഞിട്ട് അരിഞ്ഞു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ചക്കയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് കുക്കർ അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചക്ക ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഒരു കയ്യിൽ വെച്ചിട്ട് ഒന്ന് അങ്ങ് ഉടച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വെക്കണം. അപ്പോൾ നമ്മൾ ഉടച്ചു കൊടുത്ത ചക്ക നന്നായിട്ട് ചൂടാറി വന്നതിന് ശേഷം ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഇതുപോലെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് ഈ ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഈ ഒരു ലൂസിലാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിൽ കൂടുതൽ ലൂസ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ പപ്പടത്തിന് തീരെ കട്ടി ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് എള്ളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് പരത്തി എടുത്തിട്ടൊന്ന് ചക്കപ്പപ്പടാക്കി എടുക്കണം. അപ്പോൾ ഞാനിതാ ഇതുപോലെയുള്ള പൊടിയെണ്ണിൻ്റെ ഇല എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലായിടത്തും പൊടിയെണ്ണി ഇല എന്ന് തന്നെ ആവും പറയുക എന്ന് വിചാരിക്കുന്നു. ഇവിടെ അതാണ് കേട്ടോ പറയുക. ഇനി ഓരോ ഭാഗത്തും ഓരോ രീതിയിലാവും പറയുക. അപ്പോൾ നിങ്ങൾ എന്താണ് പറയുക എന്നുള്ളത് നിങ്ങളൊന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ആ ഇലയിൽ ഞാനിതാ ഇതുപോലെ പറ്റി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇല കിട്ടാത്തവർ ഇതുപോലെയുള്ള ഫോയിൽ പേപ്പറിൽ വേണമെങ്കിലും പരത്തിയെടുക്കാം. അതിലും ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് വിട്ട് കിട്ടും കേട്ടോ. ഇലയിനേക്കാളും എളുപ്പത്തിൽ നമുക്ക് ഫോയിൽ പേപ്പറിൽ നിന്ന് വിട്ട് കിട്ടും. ഇനി നമുക്ക് കുറേശ്ശെ ഒരു ചക്കയുടെ മിക്സ് എടുത്തിട്ട് ഫോയിൽ പേപ്പറിൽ ഇതുപോലെ കനം കുറച്ച് പരത്തിയെടുക്കാം. ഇനി നമുക്കിത് വെയിലത്ത് വെച്ച് ഉണക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഫോയിൽ പേപ്പറിലൊക്കെ പരത്തിയെടുക്കുന്ന സമയത്ത് വെയിലത്ത് ഇത് കൊണ്ടുപോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ എവിടെയാണോ ഇത് വെയിൽ കൊള്ളാൻ വെക്കുന്നത് അവിടെ വെച്ചിട്ട് തന്നെ ഇത് പരത്തിയെടുത്താൽ മതി. ഇനി നമുക്ക് ഇലയിലും കൂടെ പരത്തിയെടുക്കാം. അപ്പോൾ ഇലയിലാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. ഇത് കൊണ്ടുപോയി വെയിലത്ത് വെക്കാൻ സൗകര്യമാണ്. ഇനി ഞാനിതെല്ലാം വെയിലത്ത് കൊണ്ടുപോയി വെക്കട്ടെ. ഇപ്പോൾ നല്ല വെയിലുള്ള സമയമായതുകൊണ്ട് ഒരു ദിവസം ഉണക്കിയപ്പോഴേക്കും ഇതുപോലെ ഫോയിൽ പേപ്പറിൽ നിന്നൊക്കെ വിട്ട് പോരുന്നുണ്ട്. ഇനി നമുക്കിത് എടുത്ത് മാറ്റിയിട്ട് ഒന്നും കൂടി ഉണക്കിയെടുക്കാം. അപ്പോൾ കുറേ ദിവസം നമ്മൾ സൂക്ഷിച്ച് വെക്കാനുള്ളതൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ഒരു 3-4 ദിവസമൊക്കെ ഉണക്കി വെക്കണം കേട്ടോ. അപ്പോൾ കനം കുറഞ്ഞിട്ടുള്ളതും അതുപോലെ നല്ല വെയിലുള്ള സമയത്താണെങ്കിൽ നന്നായിട്ട് തന്നെ ഉണങ്ങി കിട്ടും. ഇനി ഇലയിലുള്ളതും കൂടെ നമുക്കിതുപോലെ ഒന്ന് വേർപ്പെടുത്തിയെടുക്കാം. അപ്പോൾ ഞാൻ ഇലയിലുള്ളതും ഫോയിൽ പേപ്പറിലുള്ളതൊക്കെ വേർപ്പെടുത്തി ഇതുപോലൊരു വലിയ പാത്രത്തിൽ നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ദിവസം കൂടെ ഉണക്കിയെടുക്കാം. അപ്പോൾ ആകെ 2 ദിവസം ഉണങ്ങിയിട്ടുള്ള ചക്കപ്പപ്പടാണിത്. അപ്പോൾ നന്നായിട്ട് തന്നെ ഇപ്പോൾ ഉണങ്ങി വന്നിട്ടുണ്ട്. ഇതുപോലെ പൊട്ടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഉണക്കിയെടുത്തിട്ടില്ലെങ്കിൽ കേട് വരും. പിന്നെ നല്ല വെയിൽ കൊള്ളുന്ന സ്ഥലത്തിനനുസരിച്ചാണ് കേട്ടോ. വെയിലിനനുസരിച്ചാണ് ഉണങ്ങുന്നതിൻ്റെ ടൈം. ഇനി നമുക്കിതൊന്ന് പൊരിച്ച് നോക്കാം. അപ്പോൾ പൊരിച്ചെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം കേട്ടോ. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് പൊരിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. പിന്നെ എണ്ണ കൂടുതലായിട്ട് ചൂട് വേണ്ട. ഒരു ചൂട് പാകത്തിൽ ക്രമീകരിച്ചിട്ട് വേണം നമ്മളിത് പൊരിച്ചെടുക്കാൻ. പെട്ടെന്ന് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ചിട്ട് കഴിഞ്ഞാൽ ഇത് ഫ്രൈ ആയിട്ട് വരും. പിന്നെ നമ്മളിത് എടുക്കുന്ന സമയത്ത് അത്ര ക്രിസ്പി ആയിട്ട് തോന്നില്ല. പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ ഒന്ന് ചൂടാറി കഴിഞ്ഞാൽ ഈ പപ്പടം നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മുടെ ചക്ക പപ്പടം ഇവിടെ ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു പപ്പടമാണ് കേട്ടോ ഇത്. അപ്പോൾ പൊരിച്ചെടുക്കുമ്പോൾ കരിയാതെ ശ്രദ്ധിക്കണം. വളരെ കനം കുറഞ്ഞിട്ടുള്ള പപ്പടമാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. ജീരകത്തിൻ്റെ ടേസ്റ്റും അതുപോലെ എള്ളിൻ്റെ ടേസ്റ്റൊക്കെ വരുന്നുണ്ട് എള്ള ഇട്ടതുകൊണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടികളും വലിയവരൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ചക്ക ചിപ്സാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ചക്ക ചിപ്സ് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം.
അപ്പോൾ ആ ചക്ക ചിപ്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ചക്കച്ചുള കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം ഇതുപോലെ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പൊരിച്ചെടുക്കാൻ വേണ്ട ഓയിൽ ഇവിടെ ചൂടാവാനായിട്ട് വെക്കാം. ഇനി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പും പാകത്തിന് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ചക്ക ഉള്ളതിനനുസരിച്ച് എടുക്കുക കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് കലക്കിയെടുക്കാം. ഇനി ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുള്ള ചക്കയിൽ നിന്ന് കുറച്ച് മറ്റൊരു ബൗളിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട്. അതായത് നമ്മൾ ഒരു പ്രാവശ്യം വറുത്തെടുക്കാനുള്ള ചക്കച്ചുളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് പാകത്തിന് ഈ ഒരു ഉപ്പും മഞ്ഞളും കലക്കി വെച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് വേണ്ട കേട്ടോ, കുറച്ച് മതി. അപ്പോൾ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ ഒന്ന് വറവായി വന്നതിന് ശേഷം കോരാനാവുന്ന സമയത്ത് നമുക്ക് ഈ ഒരു വെള്ളം എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി. അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ 2 രീതിയിലും ചെയ്യാറുണ്ട്. ഇനി നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് നമ്മൾ ഈ ഒരു മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ചക്കച്ചുളകളൊക്കെ ഇട്ട് കൊടുത്തിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് പൊരിഞ്ഞ് ചെറുതായിട്ടൊരു സൗണ്ട് വരുന്ന സമയത്ത് തന്നെ ഞാനിത് കോരി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചക്ക ചിപ്സ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ അത് ഇത്രയും മതി കേട്ടോ. ഇനി ഞാനിത് കോരി എടുക്കുകയാണ്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് കോരി എടുത്ത ശേഷം പിന്നെ ഞാൻ അടുത്ത ബാച്ച് പൊരിക്കാനായിട്ട് ഇട്ട് കൊടുക്കും. എന്നിട്ട് ഓരോ ബാച്ച് ചൂടാറി വന്നതിന് ശേഷം പിന്നെ വീണ്ടും ഒന്നും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിവിടെ ആദ്യം നമ്മൾ പൊരിച്ചെടുത്തത് ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ. ഈ നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് നമ്മളത് ഒരു പ്രാവശ്യം കൂടെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇത്രയും മതി കേട്ടോ. ഇതിവിടെ നന്നായിട്ട് തന്നെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ചക്ക ചിപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്ത റെസിപ്പി ഒരു കിടിലൻ ഷേക്കാണ്. അപ്പോൾ നമ്മൾ മലയാളികൾ ചക്കച്ചുള മാത്രമല്ല ചക്കക്കുരുവിനെയും വെറുതെ വിടാറില്ല. കാരണം ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് ചക്കക്കുരു. അപ്പോൾ ഇന്ന് നമ്മൾ ചക്കക്കുരു വെച്ചിട്ട് എങ്ങനെയാണ് ഷേക്ക് ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചക്കക്കുരു വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് പാകത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് കുക്കർ അടച്ച് വെച്ച് ചക്കക്കുരു നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. വേവിച്ചെടുത്ത് ചക്കക്കുരു തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ജ്യൂസിങ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 ഏലക്ക ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ പാകത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നല്ല തണുത്ത പാലോ അല്ലെങ്കിൽ ഐസാക്കി വെച്ചിട്ടുള്ള പാലോ ഒഴിച്ചു കൊടുത്തിട്ട് ജാറടച്ച് വെച്ച് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ അത് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുരു ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് മുകളിൽ ഞാൻ അല്പം ഐസ്ക്രീമും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഷുഗർ വെർമിസെല്ലും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ അടിപൊളി ചക്കക്കുരു ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത റെസിപ്പി നമ്മൾ ചക്കക്കുരുവും മാങ്ങയും വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ചക്കയുടെ കാലത്ത് തന്നെയാണ് മാങ്ങ ഉണ്ടാകുക. അപ്പോൾ അത് രണ്ടും കൂടെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ അതാ ചക്കക്കുരു ഞാനിവിടെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നന്നായിട്ട് കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പുളിക്ക് ആവശ്യമായിട്ടുള്ള മാങ്ങ ഇതുപോലെ മുറിച്ചിട്ടിട്ട് കൊടുക്കാം. പിന്നെ 2 പച്ചമുളക് ഇതുപോലെ കീറിയിട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂണ് മുളക് പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുക്കർ അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതാ ചക്കക്കുരുവൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ അല്പം കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം 2 വറ്റൽമുളക് ഇതുപോലെ മുറിച്ചെടുത്തതും പിന്നെ അല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് വറവിട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ചക്കക്കുരുവും മാങ്ങയും വെച്ചിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചക്ക സീസണിലൊക്കെ ഇതുപോലെയുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു ഇന്നത്തെ റെസിപ്പീസുകളൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്